രാഹുൽ ഈശ്വർ, ശ്രീപത്മനാഭന്റെ സ്വത്ത് എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഈ സമ്പത്ത് നിരന്തരമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അമിക്കസ് ക്യൂറി അദ്ദേഹത്തിൻ്റെ വസ്തുതാന്വേഷണ പരിശോധനയ്ക്ക് ശേഷം പറയുന്നത്. ഇത് അനുവദിക്കപ്പെടേണ്ട കാര്യമാണോ? ഒരു കാരണവശാലുമല്ല. പത്മനാഭന്റെ കാര്യത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഹൈന്ദവ സംഘടനകൾക്കെല്ലാം, നമ്പൂതിരി മുതൽ നായാടി വരെ, അമ്പലവാസി മുതൽ ആദിവാസി വരെയുള്ള വിഭാഗങ്ങൾക്ക് ഒരേ മനസ്സാണ്. തീർച്ചയായും അതിന് ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ കാണുന്നു. അതിനെതിരെ ഒരു നിഷേധാത്മകമായ സമീപനവും എടുക്കില്ല. അത് പറയുന്നതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 40-ലധികം സംഘടനകളുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിക്കുകയുണ്ടായി. തിരുവിതാംകൂർ രാജകുടുംബത്തെ അവിശ്വസിക്കുന്ന ഒരു കണ്ണിലേക്ക് ഇതുവരെ ഒരു സംഘടനയോ പൊതുജനവും എത്തിയിട്ടില്ലെന്ന് ഈ അവസരത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. 1000 ആണ്ട് വർഷം നമ്മുടെ നാടിന്റെ പൈതൃകമായ പത്മനാഭസ്വാമി ക്ഷേത്രം സംരക്ഷിക്കുകയും പടുത്തുയർത്തുകയും ചെയ്ത മാർത്താണ്ഡവർമ്മ മുതൽ മാർത്താണ്ഡവർമ്മ വരെ ജീവിച്ചിരുന്ന ആ രാജകുടുംബത്തിന്റെ ഇന്റഗ്രിറ്റിയെ ഒരു വിശ്വാസി എന്ന രീതിയിൽ സംശയിക്കുന്നില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്, അതിൽ കുറച്ച് അതിശയോക്തി ഉണ്ടെങ്കിലും പർവ്വതീകരണം ഉണ്ടെങ്കിലും കേട്ടുകേൾവികൾ കുറച്ച് അധികം വന്നിട്ടുണ്ടെങ്കിലും അതിനെ കണ്ണടച്ച് തള്ളിക്കളയാനും ആവില്ല. സോ വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു നിലപാട് മാത്രമേ ഹൈന്ദവ സമൂഹത്തിലെയും വിശ്വാസി സമൂഹത്തിലെയും സംഘടനകൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു തുറന്ന സമീപനമാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ പാരമ്പര്യത്തിന്റെ ഭാഗത്ത് നിന്ന് നൂറ്റാണ്ടുകളായി ഇവ സംരക്ഷിച്ചവരെ കരിവാരിത്തേക്കാനോ അപകീർത്തിപ്പെടുത്താനോ അല്ല, പകരം പുതിയൊരു ഭരണസമിതി, അതിൽ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾക്കടക്കം, മഹാരാജാവിന്റെ പ്രതിനിധിക്കടക്കം, തന്ത്രിക്കും സ്വാമിക്കും ഗവൺമെന്റിന്റെ പ്രതിനിധിക്കും അടക്കം ഉള്ളൊരു പുതിയ നിലപാടിലേക്ക് നമ്മൾ പോകണമെന്നും ഇതൊരു നയത്തിന്റെയും മയത്തിന്റെയും കാര്യമാണ്, പരസ്പരം കണക്ക് തീർക്കാനുള്ള വേദിയല്ല. അതുകൊണ്ട് സുചിന്തിതമായ വളരെ നല്ലൊരു സമന്വയത്തിന്റെ പാതയിൽ പോകണമെന്നും ഒരു വരി കൂടി, ഇവർക്ക് കട്ടെടുക്കാനാണെങ്കിൽ 1947 കട്ടെടുത്തോണ്ട് പോകുമായിരുന്നല്ലോ. നമ്മുടെ പല രാജാക്കന്മാരും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും അടക്കം അവരുടെ സമ്പത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലേ? പക്ഷെ ഈ മണ്ണിൽ ജനിച്ചു മരിച്ച് ഇനി എത്ര ജന്മം ജനിച്ചാലും തിരുവിതാംകൂറിന്റെ മണ്ണിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ച ആ രാജകുടുംബത്തെ മോശമായ കണ്ണിൽ നിർത്തുന്നതോ പുകമറ സൃഷ്ടിക്കുന്നതോ ആശ്വാസ്യമല്ല. ഈ റിപ്പോർട്ട് സൂക്ഷ്മതയോടെ പഠിച്ചാൽ പല കാര്യങ്ങളും കണ്ടെത്തലല്ല, കേട്ടുകേൾവിയാണ്. അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ലെന്ന് തെളിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. സമന്വയത്തിന്റെ പാത വേണം. ഈ വിഷയത്തിൽ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു പുതിയ ഭരണ സംവിധാനത്തിന്റെ തലത്തിലേക്ക് പോവുകയാണ്. ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്ന ഭാഗത്ത് വിശ്വാസി സമൂഹവും നേതൃത്വത്തിലുള്ളവരും ഇതിന് തീർച്ചയായും മുമ്പോട്ട് പോകും. പക്ഷേ അത് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ റിപ്പോർട്ട് മലയാളത്തിലായിരുന്നെങ്കിൽ ആ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാവുന്ന വാക്ക് ഉണ്ടത്രേ, ചിലപ്പോൾ കാണാമത്രേ, സംശയമുണ്ടത്രേ. ഈ ഉണ്ടത്രകളാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ മുഴുവൻ പറയാതിരിക്കാൻ വയ്യ. കാര്യം പലതും അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ്, കേട്ടുകേൾവികളാണ്, ഇദ്ദേഹത്തിന്റെ നിഗമനങ്ങളോ കണ്ടെത്തലുകളോ അല്ല, പകരം അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ്. അതിനെ ബഹുമാനത്തോടെ കാണുന്നു, തള്ളിക്കളയുന്നില്ല. പല ക്ഷേത്രത്തിന്റെ അഴിമതികളും എക്സ്പോസ് ചെയ്യുന്ന, അതിനെതിരെ പോരാടിയിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ എല്ലാവരും. 1 രൂപ അവിടത്തെ പോയാൽ തിരിച്ച് അതവിടെ കൊണ്ടുവരാനും, 1 രൂപ അതിനെ ആരെ അടിച്ചു മാറ്റാൻ സമ്മതിക്കാതിരിക്കാനും, 1 രൂപ അവിടെ നിന്ന് കട്ടുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതോടൊപ്പം 1 രൂപയും ക്ഷേത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാമെന്ന് ആരും അനുസരിച്ച് ചിന്തിക്കുകയും വേണ്ട. സുതാര്യത വേണം, ട്രാൻസ്പെറൻസി വേണം. ഈ അവസരത്തിൽ എല്ലാ വിമർശകരെയും വളരെ ബഹുമാനത്തോടെ കാണുകയും മാധ്യമങ്ങളെയും കോടതിയെയും ഭരണ സംവിധാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പുതിയൊരു കാൽവയ്പ് നടത്താനുള്ള സമയമാണ്. അതിന് വിശ്വാസി സമൂഹം ഒരുക്കമാണ്. പക്ഷേ സമവായത്തിന്റെയും സമന്വയത്തിന്റെയും ഭാഷയും നയവും മയവും ഉണ്ടെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കാൻ ഞങ്ങൾ എല്ലാം തയ്യാറാണ്.